അല്ലാണ്ട് ഭീതിപ്പെടുത്തുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ജെൻസിയുടെ കാലത്ത് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ കാലത്ത് ലെസ്ബിയൻ കപ്പിൾസിനെ സപ്പോർട്ട് ചെയ്യണം. ഞാനും ഇനി ലെസ്ബിയൻ ആവുകയാണ് ഉമ്മ, ഇപ്പം എനിക്ക് 8 വയസ്സേ ആയിട്ടുള്ളൂ, ഒരു 18 കഴിയുമ്പോൾ എൻ്റെ കല്യാണം ആലോചിക്കുമ്പോൾ ഉമ്മ എൻ്റെ ചോയ്സ് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ഇപ്പം തന്നെ പറയാണ് എന്ന് പറഞ്ഞ 8 വയസ്സുകാരിയെ പറ്റി ടീച്ചറായ ഉമ്മ ആകുലത ഫേസ്ബുക്കിലൂടെ മലയാളി മാലോകരോട് പങ്കുവച്ച ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധി നിർഭരതയുടെ നടുത്തളത്തിലാണ് നമ്മളെ മദീനയുടെ നായകൻ്റെ വശ്യമനോഹരമായ ജീവിതത്തിൻ്റെ ചര്യയെ നമ്മുടെ തലമുറക്ക് പകർന്നു നൽകേണ്ടതിൻ്റെ സന്ദേശം ഇവിടെ വിളംബരം ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഫാത്തിമ ബീവിനെ ലെസ്ബിയൻ കപ്പിൾസിൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ ഊർജവും മാർജവും നമുക്ക് കാണിക്കാൻ കഴിയണം. ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള വനിത ആയിഷ ബീവി പറഞ്ഞെന്താ? രണ്ടാളി ഒരുപോലെ കണ്ട ആയിഷ ബീവി പറഞ്ഞെന്താ? ഫാത്തിമ, ഹബീബ് പോയതിൻ്റെ ശേഷം എൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ചുണ്ട് നിവർത്തിച്ചിരിക്കരുത്. കാരണം ഫാത്തിമ ബീവിയുടെ ചുണ്ട്, ആ ദളങ്ങൾ ഒന്ന് വിടർന്നാൽ അസാധ്യ സൗന്ദര്യം, റസൂലുള്ളാനെ ശരിക്ക് പറിച്ച് നട്ട പോലെ തോന്നിപ്പോകും. ഇന്ന് റസൂലുള്ളാനെ ആസ്വദിച്ച് ആയിഷ ബീവി പറഞ്ഞു. ഒരു ദിവസം ആയിഷ ഇളയമ്മ ഖദീജ ഉമ്മ നേരത്തെ വിട പറഞ്ഞു പോയ ഫാത്തിമ മോളെ മുമ്പിൽ വന്നിട്ടാണ് ആയിഷ ഇളയ ബാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത കാലത്ത് പറഞ്ഞത്, ഇനി എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ചിരിക്കരുത് ഫാത്തിമാൻ. ഫാത്തിമ ബീവി കരഞ്ഞു. എന്താ ഇളയമ്മ ഇങ്ങനെ എന്നോട്, എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയോ? നമ്മളെ നാട്ടിലൊരു നാടൻ ഒരു കൊളോക്കലി ലാംഗ്വേജ് വെച്ച് അങ്ങനെ പറയാം. അപ്പോൾ ആയിഷ ഇളയമ്മ ഫാത്തിമ മോളെ ചേർത്ത് ഇങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ചിരിക്കരുത് എന്നോ നിൻ്റെ ചിരിയെ നിരുത്സാഹപ്പെടുത്താനോ അല്ല ഇളയമ്മ അങ്ങനെ പറഞ്ഞത്. എൻ്റെ കുട്ടി ചിരിക്കുമ്പോൾ എൻ്റെ കുട്ടീൻ്റെ ഉപ്പാനെ അഥവാ എൻ്റെ ഭർത്താവിനെ ശരിക്കും ഇങ്ങോട്ട് ഓർമ്മ വരുന്നു. നിൻ്റെ ചിരി പോലും നിൻ്റെ ഉപ്പാൻ്റെ ചിരിയാ ഫാത്തിമ. അങ്ങനെ നല്ല വടിവുള്ള ശരീരം, അസാധ്യ ഭംഗി, മിനുത്ത അഴക്, അവിടുത്തെ തൊലി നിറം, തൊലിയുടെ വർണ്ണം, തൊലിയുടെ സ്നിഗ്ധത എല്ലാം ഫാത്തിമ ബീവി ഒരു പെണ്ണിനുണ്ടാകേണ്ട സൗന്ദര്യത്തിൻ്റെ മൂർത്തിമൽ ഭാവമാണ്. പക്ഷേ ഫാത്തിമ ബീവിയുടെ ശരീരത്തിൻ്റെ അഴക് എന്ത് എന്ന് ഒരു സഹാബി പുരുഷനും ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഭയങ്കര ലൂസുള്ള ബുർക്ക, പർദ്ദയാണ് ഫാത്തിമ ബീവി ധരിച്ചിരുന്നത്. ആ അഴക് സ്വർഗത്തിലേക്കുള്ളതാണ്. എവിടെയും പിടുത്തം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ വഫാത്താകണമെന്ന് മഗ്രിബിൻ്റെ സമയത്താണ്. അപ്പോൾ കളിക്കൂട്ടുകാരിയായ അസ്മ ബീവിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അസ്മ, നമ്മൾ രണ്ടാളും എൻ്റെ കുളിപ്പരേക്കൊന്ന് കയറുക. ഇനി എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള എൻ്റെ അലിയാരി തങ്ങളാകുന്ന ഭർത്താവിന് എൻ്റെ ശരീരം അരച്ചു കുളിപ്പിക്കാൻ പ്രയാസം ഉണ്ടാകരുത്. അതുകൊണ്ട് അസ്മ, ഈ കൂടി ഒന്ന് എന്നെ സഹായിക്കണം, എന്നെ അസിസ്റ്റ് ചെയ്യണം. ഇത് മയ്യത്തിനെ കുളിപ്പിക്കണതിൻ്റെ മുമ്പുള്ളൊരു കുളിയാണെന്ന് ഹയാത്ത് കാലത്ത് പറഞ്ഞൊരു പെണ്ണിനെ ആലോചിക്കുക നിങ്ങൾ. എന്നിട്ട് മരണത്തിൻ്റെ 6 മാസം മുമ്പ് അബസീനിയയിലെ ആശാരിയുടെ അടുക്കലേക്ക് പണ്ടം വിറ്റ പൈസ പറഞ്ഞയച്ചിട്ട് സെയ്ഡ് മറച്ച മയ്യത്ത് കെട്ടിൽ ആദ്യമായിട്ട് നിർമ്മിച്ച ചരിത്ര വനിത. അതുവരെ ആണ് മരിച്ചാലും പെണ്ണ് മരിച്ചാലും സഫ പ്ലെയിൻ പലകയുടെ മുകളിൽ ആ മയ്യത്ത് കൊണ്ടുപോയത്. അപ്പോൾ ആണിൻ്റെ മയ്യത്തായാലും പെണ്ണിൻ്റെ മയ്യത്തായാലും ശീലയിൽ ഇങ്ങോട്ട് ചുറ്റി വരിഞ്ഞിട്ടാണല്ലോ കെട്ടുക. ആ ഡെഡ് ബോഡി പിന്നെ ഈ പലകയുടെ മുകളിൽ വെച്ചാൽ ആ പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ ആകൃതി ഇങ്ങനെയായിരുന്നു എന്ന് ആൾക്കാർക്ക് പിടുത്തം കിട്ടും. ഫാത്തിമ അതിനും അനുവദിക്കൂല. അതുകൊണ്ട് സെയ്ഡ് മറച്ച മയ്യത്ത് കെട്ടിൽ മരം വാങ്ങി ഈ പൊന്ന് വിറ്റ പണത്തിന്, എന്നിട്ടത് ആശാരിയെ ഏൽപ്പിച്ച് പണി കഴിപ്പിച്ച് അത് വീട്ടിൻ്റെ കാർപോർച്ചിൽ കാറ് കൊണ്ടുവന്ന് നിർത്തും പോലെ നിർത്തിവെച്ച പെണ്ണാണ് ഫാത്തിമ ബീവി. ഇതെനിക്ക് പോകാനുള്ള വണ്ടിയാണ് ആലോചിച്ചു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു കൊടുത്ത വസിയത്ത് എന്താറിയോ? ഞാൻ രാത്രിയാണ് മരിക്കുക, മരിച്ചു കഴിഞ്ഞാൽ രാത്രിക്ക് രാത്രി എന്നെ എടുക്കണം, ഇവിടുന്ന് രാത്രിയുടെ ഇരുട്ടിൽ എന്നെ മയ്യത്ത് കട്ടിലിലേക്ക് വെക്കണം. കൊണ്ടുപോകുമ്പോൾ പിന്നെ ആൾക്കാർ കാണാതിരിക്കാൻ സെയ്ഡ് മറച്ച മയ്യത്ത് കട്ടിലാണ് ഫാത്തിമ റെഡിയാക്കിയത്. പിന്നെ എന്നെ ഖബറിലേക്ക് താഴ്ത്തുന്നതും രാത്രിയുടെ ഇരുട്ടിലാകണം. കാരണം തിരക്കിയ അലിയാരി തങ്ങളോട് ഫാത്തിമ ബീവി പറയാൻ, ഭർത്താവേ, ഫാത്തിമാൻ്റെ അഴക്, ഫാത്തിമാൻ്റെ ആകൃതി, ഫാത്തിമാൻ്റെ ശരീരത്തിൻ്റെ ആകാര സൗഷ്ഠവം ഒരാൾക്കും ഞാൻ പിടികൊടുത്തിട്ടില്ല. അതുകൊണ്ട് അന്യപുരുഷരായ സഹാബത്താണ് എൻ്റെ ശരീരം ചുമന്നു കൊണ്ടുപോവുക, എന്നെ ഖബറിലേക്ക് എടുത്തു വെക്കുക. ഒരാൾക്കും പിടുത്തം കിട്ടരുത് ഭർത്താവേ. ആ വസിയ്യത്ത് അലി റളിയല്ലാഹു അൻഹു നിറവേറ്റിയതാണ് അല്ലേ? ലോകം കണ്ട ഏറ്റവും വലിയ സൗന്ദര്യ റാണി ഇങ്ങനെ ജീവിച്ചു. എന്നിട്ട്
ഇപ്പോഴത്തെ നമ്മളെ കുട്ടികൾ എക്സ്പോഷൻ അല്ലേ, എങ്ങനെ എക്സ്പോസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ എക്സ്പോസ് ചെയ്യാം. നമുക്ക് നമ്മളെ ബ്യൂട്ടി എക്സ്പോസ് ചെയ്യാൻ അള്ളാഹു ഹലാലാക്കി തന്ന ഒരാളുണ്ട്. അയാളുടെ മുമ്പിൽ അള്ളാഹു താല നമുക്ക് തന്ന സ്വാതന്ത്ര്യം, നമ്മളാക്കി പോറ്റി വളർത്തിയ ഉമ്മാക്ക് സിബ്ലിങ്സിന് പോലും കിട്ടാത്ത സ്വാതന്ത്ര്യമാണ്. ആ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും സിബ്ലിങ്സിൻ്റെ മുമ്പിൽ നമുക്ക് ഔറത്തുണ്ട്, മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലം, അവരെ മുമ്പിൽ പോലും നമുക്ക് ഔറത്താണ്. ഏതോ ഒരു നാട്ടിലെ മുറച്ചെറുക്കൻ വന്നിട്ട് നമ്മളെ പ്രപ്പോസൽ നടത്തി, അയാളൊരു മഹർ മുന്നിൽ വെച്ചിട്ട് നമ്മളെ ബാപ്പാൻ്റെ കൈ പിടിച്ചിട്ട് മോളെ നിന്നെ സ്വന്താക്കിയപ്പോൾ ആ മനുഷ്യനെ പറ്റി അള്ളാഹു താല നിന്നോട് പറഞ്ഞു, ഹുന്ന ലിബാസുല്ലക്കും വാൻതും ലിബാസുല്ലഹുന്ന, നിങ്ങൾ വസ്ത്രാണ്. അയാളെ മുന്നിൽ നിനക്ക് ഔറത്തില്ല മോളെ. അവിടെ എക്സ്പോസ് ചെയ്യേണ്ടത്, അവിടെയാണ് എക്സ്പോസ് ചെയ്യേണ്ടത്. എന്നിട്ട് അവിടേക്കൊരു കണക്ഷനോ ഉദ്യമങ്ങളോ ഉത്തരവാദിത്തങ്ങളോ ഇല്ലാതെ ചാനലുകളിലൂടെ, മീഡിയകളിലൂടെ, പരസ്യപ്പലകകളിലൂടെ നമ്മൾ എക്സ്പോസ് ചെയ്ത് മത്സരിക്കാൻ, അതിന് മതാചാരപ്രകാരം നീങ്ങുന്ന കുടുംബത്തിന് അതൊരിക്കലും പറഞ്ഞല്ല. അതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ ചര്യയിൽ അത് കൂടി ഇഴുകിച്ചേർന്നൊരു വസന്താണ്. നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറയാം, ഇന്നത്തെ കാലത്തെ കുട്ടികൾ സ്കൂൾക്ക് പോകുമ്പോൾ തട്ടൊന്ന് മാറ്റുണ്ടെങ്കിൽ എവിടുന്ന് തുടങ്ങി ആ തുടങ്ങി കൊടുത്തൊന്ന് തിരുത്തണം. ഒറ്റയടിക്ക് അവരെ പിന്നെ നേരെ പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെച്ചുകൊണ്ട് കാര്യമില്ല. ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, നമുക്ക് കറക്റ്റ് വേണം. യുവർ ഗോൾസ് ഷുഡ് ബി ചാലഞ്ച് യുവർ സെൽഫ്. നമ്മളെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കട്ടെ നമ്മളെ ഗോൾസ്. ആ ഗോൾസ് സെറ്റ് ചെയ്യണ്ടേ നമ്മളെ വീടുകളിൽ. റബീഉൽ അവ്വൽ എങ്ങനെയാണ് കഴിഞ്ഞു പോയാൽ പോരാ, ഗോൾസ് സെറ്റ് ചെയ്യപ്പെടട്ടെ. അള്ളാഹു നമുക്ക് കൃത്യമായ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ തണൽ പ്രവാസി കൂട്ടായ്മ വളരെ അഭിമാനകരമായിരിക്കുന്ന പരിപാടികളാണ് ഈ നാടിൻ്റെ മുറ്റത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ കാര്യത്തിൽ ഞാനും അഭിമാനം കൊള്ളുന്നു. അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കട്ടെ, നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട തങ്ങൾ പാപ്പവിടെ ദുആ ചെയ്യും. പ്രിയപ്പെട്ട എൻ്റെ സഹൃദയൻ ലത്തീഫ് സാഹിബിൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്, ഞാനും തങ്ങളൊക്കെ. അള്ളാഹു ആ വീട്ടുകാർക്ക് നല്ല ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. ഹമീദ് സാഹിബും ലത്തീഫ് സാഹിബും ഒക്കെ അവിടെ എസ്കോളയിൽ എൻ്റെ സ്ഥാപനത്തിൽ വന്ന് ഈ പരിപാടിയുടെ പ്രാധാന്യങ്ങളൊക്കെ പറഞ്ഞ് ത്വര്യപ്പെടുത്തി എല്ലാവരും വളരെ ഒരുമയോടുകൂടെ നടത്തുന്നൊരു പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നുകൂടി ആവേശം വന്നു. കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു മെയ്യായി ജീവിക്കാനുള്ള കെമിസ്ട്രി നമ്മളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടട്ടെ. അതുമാത്രമാണ് വിജയമന്ത്രങ്ങൾ. എല്ലാവരും ഒരു മെയ്യെന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ സർവ്വ മതസ്ഥരും നമുക്ക് ഒരുമിക്കാൻ പറ്റുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരുമിച്ച് നമ്മളാ പൂർവ്വകാലത്തെ തിരിച്ചു പിടിക്കാൻ ഈ തണൽ കൂട്ടായ്മയൊക്കെ അതിനെ ഒരു സഹായമാകുന്ന ഒരു സ്റ്റെപ്പായി മാറും എന്നൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രവാസമാണ് നമ്മളെ കരുപിടിപ്പിച്ചിരിക്കുന്നത്. അന്ന് നമ്മുടെ മലയാളക്കരയിൽ നിന്ന് പ്രിയപ്പെട്ട പ്രവാസികളൊക്കെ ലാഞ്ചിക്ക് പോവാൻ, സിലോണിലേക്ക്, മലേഷ്യയിലേക്ക്, അതുപോലെ തന്നെ ജിദ്ദയിലേക്ക്, പേർഷ്യയിലേക്ക്. അന്നത്തെ പഴയ കാലത്തെ മാപ്പിളപ്പാട്ടിലൊക്കെ പ്രവാസം അത് വലിയൊരു നൊമ്പരമായിട്ട് അല്ലെങ്കിൽ ഹൃദയഭേദകമായ ഒരു ഓർമ്മയായിട്ട് നിലകൊള്ളാറുണ്ട്. പഴയ കാലത്തെ എസ് എ ജമീലിൻ്റെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അബുദാബിയിലുള്ളോരെഴുത്തു പെട്ടി അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടി, എൻ പ്രിയേ നീ നിന്റെ ഹൃദയം പൊട്ടി, എഴുതിയ കത്തു ഞാൻ കണ്ടു ഞെട്ടി. അതൊക്കെ എസ് എ ജമീൽ അന്ന് ആ ഒരു നമ്മൾ ആ പ്രവാസത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ടെക്നോളജി കയ്യിലില്ലാത്ത പ്രവാസം അല്ലേ. അതുകൊണ്ട് വീഡിയോ കോൺഫറൻസ് ഇല്ല, വീഡിയോ കോളില്ല, നേരത്തെ മറുതലക്കളി വിളിക്കുന്ന രീതിയൊന്നുമില്ല. അന്ന് സന്ദേശങ്ങൾ അയക്കാൻ എഴുത്തുപെട്ടിയിൽ കൊണ്ടുപോയിട്ട് ശിപ്പായി പോസ്റ്റ്മാന് ഇത് നിക്ഷേപിക്കും. അത് നിനക്ക് കത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് കഫ്തീരിയയിലേക്ക് ആരെങ്കിലും വന്ന് കൊണ്ടുപോയി കൊടുക്കും. ആ കത്തിനെ മാറോട് ചേർത്തിട്ട് ഇപ്പോഴൊന്നും പൊട്ടിക്കാൻ പറ്റൂല. ഇപ്പം ഞാൻ എൻ്റെ ജോലിയിലാണ്. എന്നിട്ട് ഒഴിഞ്ഞു പോയി ഇരുന്നിട്ട് റൂമിൽ പോയിട്ട് ഡബിൾ കട്ടിലോ ത്രിബിൾ കട്ടിലോ ഒക്കെ ഉള്ള ലേബർ ക്യാമ്പ് പോലെയുള്ള പ്രവാസിയുടെ ആ ഒരു റൂമിൻ്റെ അകത്ത് പോയിട്ട് വളരെ സ്വസ്ഥായിട്ട് എല്ലാത്തിൽ നിന്നും മെൻ്റലി ഫ്രീ ആയിട്ട് അവൻ ആ കത്തിനെങ്ങനെ വായിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അതിനെങ്ങനെ ഈട്ടിക്കൂട്ടി ആർജിച്ചെടുക്കുന്ന ഒരു വൈകാരിക രംഗമുണ്ട്. അത് പ്രവാസിക്കേ അറിയുള്ളൂ. നമ്മളതിനെ എത്ര വർണ്ണിച്ചാലും അതിൻ്റെ ആഴം നമുക്കൊന്നും ഭാഷ കൊണ്ട് സ്പർശിക്കാൻ കഴിയുമെന്നല്ലാതെ വികാരം കൊണ്ട് സ്പർശിക്കാൻ കഴിയൂല. എന്നാൽ ഈ ഭാഷയില്ലാതെ അത് സ്പർശിച്ച ഒരാളാണ് പ്രവാസി. അപ്പോഴാണ് നമ്മളെ പി ഭാസ്കരൻ മാഷ് കവിത എഴുതിയത്. അത് പിന്നെ യേശുദാസ് റേഡിയോയിലൊക്കെ പാടി നമ്മളെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ 1980 കാലത്തെ 80 കിഡുകളൊക്കെ അത് നന്നായി ആസ്വദിച്ചൊരു പാട്ടാണ്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്.
അല്ലേ? ആരാ എഴുതുന്നത്? പ്രവാസിയാണ്. ജിദ്ദയിലേക്ക് പോയ, ദുബായിലേക്ക് പോയ, അബുദാബിയിലേക്ക് പോയ, പേർഷ്യയിലേക്ക് പോയ പ്രവാസി അവിടെ അറബിയുടെ ശീതീകരിച്ച പട്ടുവാകിയ അരമനയിൽ ഇരുന്നിട്ട് ആടിൻ്റെ കാലുള്ള മന്തി കഴിക്കുമ്പോഴും അവന് അത് ഇറങ്ങുന്നില്ല, അവന് അതിനെ നേരാവണ്ണം ആസ്വദിക്കാൻ കഴിയണില്ല. കാരണം എന്താണ്? എൻ്റെ നാട് അവിടെയല്ലേ. എൻ്റെ നാടിനെയും എൻ്റെ നാടോർമ്മയെയും ഞാൻ മനസ്സിൽ നിന്ന് പറിച്ചിട്ടിട്ടല്ലേ കടൽ കടന്നത്. അതുകൊണ്ട് അവരക്കരെ, ഞാൻ ഇക്കരെയാണ്. ആ അക്കരെ ഇക്കരെ ഓർമ്മകളിൽ എനിക്ക് എന്ത് ശീതീകരണ സംവിധാനങ്ങൾ കിട്ടിയാലും AC-യുടെ മനോഹരമായ തണുപ്പിൽ ഞാൻ ജീവിതത്തെ നയിക്കുമ്പോഴും അതൊന്നൊരു സ്വർഗസമാന സുഖമല്ല. എൻ്റെ സ്വർഗം എൻ്റെ നാടാണ്. അവിടെയാണല്ലോ എൻ്റെ ഉമ്മുള്ളത്, അവിടെയാണല്ലോ എൻ്റെ ഉപ്പുള്ളത്, അവിടെയാണല്ലോ എൻ്റെ കുഞ്ഞു മക്കളുള്ളത്. എനിക്കൊന്ന് മുത്തം കൊടുക്കാൻ തോന്നുമ്പോൾ എൻ്റെ മനോഹരമായിരിക്കുന്ന മുന്നിലേക്ക് കടന്നു വരുന്ന എൻ്റെ നൈർമല്യം തുളുമ്പുന്ന പൂക്കളാകുന്ന എൻ്റെ മക്കൾ അവിടെയാണല്ലോ. ഞാൻ നാട്ടിലെ ജനിച്ചു വളർന്ന എൻ്റെ ബാല്യകാലത്ത് കണ്ട ഗ്രാമം അവിടെയാണല്ലോ. അവിടെയല്ലേ എൻ്റെ കോയക്കാൻ്റെ പെട്ടിക്കട, എൻ്റെ കോരൻ ചേട്ടൻ്റെ പെട്ടിക്കട കിടക്കണത്. അവിടെയല്ലേ എൻ്റെ നാടൻ കഞ്ഞിയുള്ളത്. അങ്ങനെയൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. അതുകൊണ്ടാണ് ഭാസ്കരൻ മാഷ് അങ്ങനെ എഴുതിയത്. ഒരു പ്രവാസി അവിടുന്ന് ആലോചിക്കാൻ, നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണേ ഉള്ളൂ. ഒരുപാട് ബൃഹത്തായ അനന്തവിസ്തൃതമായ ഭൂമിയൊന്നുമില്ല. അവിടെ എന്തള്ളത്? നാരായണക്കിളി കൂട് പോലുള്ളൊരു 4 കാൽ ഓലപ്പുരയുണ്ട്. ഈ അറബിയുടെ പട്ടുപാകിയ പൂമെത്തയുള്ള മനോഹരമായ രമ്യകർമ്മത്തിലാണ് ഞാൻ എൻ്റെ നാടിനെ ആലോചിച്ചിട്ട് കണ്ണീർ വാർക്കുന്നത്. പക്ഷെ എൻ്റെ നാട്ടിൽ എനിക്കുള്ളത് ഒരു നാരായണക്കിളിയുടെ കൂട് പോലെയുള്ള 4 കാലിൽ തീർത്ത ഓലപ്പുര മാത്രമാണ്. മിക്ക പ്രവാസികളുടെയും വീട് അങ്ങനെയാണ്. ആ ഓലപ്പുരയുള്ള കാലത്ത് ഗൾഫിലേക്ക് ലാഞ്ചിക്ക് പോയി തിരിച്ചു വന്നോൻ പിന്നെ അവൻ്റെ പേരമക്കളെ കാണുന്നത് മനോഹരമായ മണിമാളികകളിൽ, രമ്യകർമ്മങ്ങളിൽ, സ്വർഗസമാനമായിരിക്കുന്ന അമ്പരചുംബികളിൽ. അതേ അറബിയുടെ ശീതീകരണ സംവിധാനമുള്ള പകിട്ട് ഇവിടെ എത്തി, എത്തി അല്ലേ? അവ പ്രവാസി കൊണ്ടുവന്നതാണ്. പ്രവാസി അവിടെ പോയിട്ട് അവൻ്റെ വേർപ്പ് കണങ്ങളെ ചോര നീരാക്കി അധ്വാനിച്ചതിൻ്റെ അധ്വാന പരതയാണ് ഈ സദസ്സ് പോലും. എന്താ തീർച്ചപ്പെടുത്തി നമുക്ക് പറഞ്ഞൂടെ? ഈ സദസ്സ് പോലും അതാണ്. അപ്പം നമ്മൾ നന്ദിയുള്ളവരാവുക. നമ്മുടെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇന്നിൻ്റെ രമ്യതയും കമനീയതയും ഒക്കെ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് ബോധ്യപ്പെടുന്നത്. അപ്പം അതിൽ പ്രവാസിയുടെ കയ്യൊപ്പ് എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ലാത്ത വിധം കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിന്. അവൻ മാനസികമായി പരുവപ്പെട്ടു അല്ലേ? കാരണം ഒരാൾ യാത്ര ചെയ്യാൻ, യാത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ശരിക്ക് കടഞ്ഞെടുത്ത് സ്ഫുടീകരിക്കുകയാണ്. യാത്രയിലൂടെ ഉണ്ടാകുന്ന ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് അതാണല്ലോ. കാരണം എക്സ്പീരിയൻസ് ഈസ് ദി ബെസ്റ്റ് ടീച്ചർ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുരു ഏതാണ്? നമ്മൾ ക്ലാസ് റൂമിൽ കണ്ട ഗുരുവിനേക്കാൾ വലിയൊരു ഗുരു ഉണ്ട് മനുഷ്യന്. അതവൻ്റെ അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ അത് ആർക്കോ വേണ്ടി ചെയ്യല്ല, അറ്റക്കൈക്ക് ചെയ്യുന്നതാണ് അനുഭവം അല്ലേ? കുബൂസ്, ആ കുബൂസ് മാത്രം കടിച്ചു കൂട്ടിയിട്ട് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ജീവിതത്തിൽ വേറെ സ്വപ്നങ്ങളൊന്നുമില്ല. അത് രുചിഭേദങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയണില്ല. അതുകൊണ്ട് ഒറ്റ രുചി. അങ്ങനെ തീക്ഷ്ണമായ അനുഭവങ്ങളെയൊക്കെ കടഞ്ഞെടുത്ത് അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ വാറ്റിയെടുത്ത ഒരു മനോഹരമായ ഗുരുവുണ്ട്. അത് എക്സ്പീരിയൻസാണ്. ആ ഗുരുവാകുന്ന അനുഭവമാണ് നമ്മളെ ചിരിക്കാൻ പഠിപ്പിച്ചത്, നമ്മളെ ടോളറേഷൻ നടത്താൻ പഠിപ്പിച്ചത്, നമ്മളെ ഓവർകമ്മിങ്, എങ്ങനെയാണ് പ്രശ്നങ്ങളെ തൃണവൽക്കരിക്കേണ്ടത്, പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചത് അനുഭവങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് ഗസാലി ഇമാമിനെ പോലെയുള്ള റഹ്മത്തുള്ളാഹി അലൈഹി മഹാരഥന്മാരായ പണ്ഡിത മഹാമനീഷികൾ പറഞ്ഞു പോയത്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ഒഴുകിപ്പരക്കുന്ന ജലധാര പോലെയാണ്. യാത്ര ചെയ്യാത്ത ഒരാളോ അവൻ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് സമാനമാണ്, കെട്ടിക്കിടക്കുന്ന ജലത്തിന് സമാനമാണ്. എന്താണ് യാത്ര ചെയ്യുന്നവനും യാത്ര ചെയ്യാത്തവനും തമ്മിലുള്ള വ്യതിയാനം എന്താണ്? ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ഒഴുകുന്ന വെള്ളമാണ് എന്ന് പറഞ്ഞാൽ ഈ ഒഴുകുന്ന വെള്ളം പകർച്ചയാവില്ലല്ലോ. അതിലേക്ക് എന്തെങ്കിലും മാലിന്യങ്ങൾ വീണാൽ തന്നെ അത് പെട്ടെന്ന് അതിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ നടത്തുകയാണ്. കാരണം ഒഴുകിപ്പരക്കുകയാണ്. അത് പ്രഭാതത്തെ കാണുന്നു, പ്രദോഷത്തെ കാണുന്നു, നട്ടുച്ച വെയിലിനെ കാണുന്നു, ഗ്രാമങ്ങളെ കാണുന്നു, നാഗരികതകളെ കാണുന്നു, ഗോത്രങ്ങളെ കാണുന്നു, ഒരുപാട് നാടുകളെ കാണുന്നു. അതുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് കുളിക്കണം. അപ്പം എന്താണ്? അത് മാലിന്യം ഉണ്ടാവില്ല.
അതുകൊണ്ട് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പോലെയുള്ള മസ്തിഷ്ക ജ്വരങ്ങളൊക്കെ കെട്ടിക്കിടക്കണ വെള്ളത്തിലുണ്ടാകുക. എന്താ കെട്ടിക്കിടക്കണ വെള്ളം? അത് യാത്ര ചെയ്യാത്ത മനുഷ്യനെ പോലെയാണ്, അല്ലെങ്കിൽ യാത്ര ചെയ്യാത്ത മനുഷ്യൻ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് സമാനമാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ്? നീരൊഴുക്കില്ല. അതുകൊണ്ട് ഒരു കരിയില മുകളിൽ നിന്ന് താഴേക്ക് വീണാൽ അതിന് ദേഷ്യം വന്നു, പകർച്ചയായി, അതിന് പൊരുത്തപ്പെടാൻ കഴിയൂല. അതിന് പ്യൂരിഫിക്കേഷൻ, സംസ്കരണ പ്രക്രിയ ഇല്ല. അതുകൊണ്ട് അതിൽ മാലിന്യങ്ങൾ പെട്ടെന്ന് അടിഞ്ഞു ചേരും. എന്താണ്? യാത്ര നമ്മളെ പാകപ്പെടുത്തുന്നു എന്നതിന് ഗസാലി ഇമാം തങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. യാത്ര ചെയ്താൽ എന്താണ്? നമ്മൾ പറയാറുണ്ട്, വവ്വാലിന് ഒരു അതിഥി വന്നാൽ അതും ഒരു കൊമ്പിൽ തൂങ്ങിക്കൊള്ളും. ഈ യാത്ര ചെയ്യുന്നവൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ശരിക്ക് പഠിച്ചിട്ടുണ്ടാകും. എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്? അവൻ്റെ ശരീരം, ഭക്ഷണം, ആരോഗ്യം, സൗകര്യം, കാലാവസ്ഥ, ഇതാണല്ലോ ഒരു മനുഷ്യന്, അല്ലേ? നമ്മൾ വീട് വിട്ട് ശീലിക്കാത്ത ഒരാൾ, അദ്ദേഹത്തിന് വളരെ പ്രയാസമായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ്. കാരണം എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടുന്ന ഭക്ഷണം, എൻ്റെ വീട്ടിൽ എനിക്ക് കുളിക്കാൻ കിട്ടുന്ന ഫെസിലിറ്റി, എൻ്റെ വീട്ടിൽ വളരെ സ്വച്ഛന്തമായിട്ട് ഞാൻ ഇരിക്കുന്ന ആ ഒരു സായാഹ്നം, അതിനെ മാത്രം ശീലിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ആ ഒരു ഫ്രെയിം വർക്കിൽ നിന്ന് പുറത്തു പോകാൻ കഴിയൂല. അഥവാ നമ്മൾ പുറത്തു പോയാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും, അസ്വസ്ഥത വരും. നമ്മളിങ്ങനെ എന്തൊക്കെയോ ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അതേസമയത്ത് യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിലോ അയാൾക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. അയാൾ അസ്വസ്ഥത കൊണ്ടിരുന്നു, കരഞ്ഞിരുന്നു, ദേഷ്യം പിടിച്ചിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അയാൾ പാകപ്പെട്ടു. ഈ പാകപ്പെടൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതുകൊണ്ടാണ് നബിതങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകനായകന്റെ അനുചരന്മാർ 1,24,000 വരും ആളുകളാണ്. എന്നിട്ടും പരിശുദ്ധ മദീന മുനവ്വറയുടെ മസ്ജിദുൻ നബവിയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ, സിദ്ദീഖ് തങ്ങളുടെ കൂടെ, ഫാറൂഖ് തങ്ങളുടെ കൂടെ മേലെ തൊടിയാകുന്ന ജന്നത്തുൽ ബഖീഇന്റെ പ്രവിശാലമായ മൈതാനത്ത് ആകെ അന്ത്യവിശ്രമം നടത്തി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് 10,000 ചില്ലാനം സഹാബത്ത് മാത്രമാണ്. 1.25 ലക്ഷത്തിൽ 10,000 ചില്ലാനം സഹാബികൾ മാത്രമാണ് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ബാക്കി പരിശുദ്ധ റസൂലുള്ളാഹിന്റെ ശിഷ്യഗണങ്ങളാകുന്ന 1,15,000 അടുത്ത് വന്ന ആളുകൾ എവിടെയാണ്? അവർ സഞ്ചരിച്ചു. ഒരു ദൂരെ ദിക്കുകളിലേക്ക് പറവകളെ പോലെ തീർത്ഥാടനം നടത്തി കടന്നുപോയി. ആഫ്രിക്കയിൽ പോയി കിടന്നുറങ്ങി, അന്റാർട്ടിക്കയിൽ പോയി കിടന്നുറങ്ങി, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി കിടന്നുറങ്ങി, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പോയി കിടന്നുറങ്ങി, ഇന്ത്യയിലേക്ക് കടന്നു വന്നു, കേരളത്തിൽ വന്നു, ദ്വീപുകളിൽ പോയി, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് സഹാബത്ത് യാത്ര പോയി. അപ്പം യാത്ര ഒരു മനുഷ്യനെ ശരിക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ, ആ രൂപീകരണം വ്യക്തിത്വത്തിൻ്റെ രൂപീകരണം കൂടിയാണ്. വ്യക്തിത്വത്തിൻ്റെ ഇപ്പം ഹിജ്റ പോയി എന്നാൽ അയച്ചു, അല്ലേ? റബീഉൽ അവ്വൽ കഴിയാൻ, ഇന്നത്തോടുകൂടെ റബീഉ നമ്മളിൽ നിന്ന് വിട പറയാൻ. ആ പരിശുദ്ധമായിരിക്കുന്ന വസന്തത്തിന് യാത്രയാക്കുന്ന ഈ മനോഹര സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി മനസ്സ് കൊടുത്ത, എല്ലാം കൊടുത്ത, വികാരങ്ങളെ കൊടുത്ത സഹാബത്തിനെ നമ്മളിങ്ങനെ കണ്ടെത്തുകയാണ്, സഹാബത്തിനെ നമ്മളിങ്ങനെ കാണുകയാണ്. നാട് വിട്ട് പോകാൻ പറയാം അവരോട്. നുഹാസിറു ഇലൽ മദീന, നമ്മൾ മദീനയിലേക്ക് പോവുകയാണ്. ആ മദീനയിലേക്കുള്ള പോക്കിൻ്റെ ആഴം സഹാബത്ത് കാണുകയാണല്ലോ. യാ അല്ലാഹ്, തിരിച്ചു പോരുന്നുണ്ടോ? തിരിച്ചു പോരുന്നുണ്ടോ? അവർ തിരിച്ചു പോരുന്നില്ല. തിരിച്ചു പോരാത്ത പോക്കാണ്, തിരിച്ചു പോരാത്ത പോക്കാണ്. നമുക്ക് 2 ആഴ്ച മദീനത്ത് തങ്ങിയിട്ട് തിരിച്ചു മക്കയിലേക്ക് വരാമെന്നല്ല, അല്ലേ? ഇപ്പം നമ്മളൊക്കെ ഉംറക്കോ ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത് തന്നെ നമ്മളെ ആകുലത, വ്യാകുലത എത്രമേൽ ആഴത്തിൽ സ്പർശിച്ചതാണ്. കാരണം എന്താണ്? പടച്ചോനെ എത്രയല്ലേ എന്നാ സഹാബത്തിനോട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കട്ടിട്ട് മദീനയിലേക്ക് നമ്മൾ ഹിജ്റ പോവുകയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്തിന് ഇനി ഒരു പ്രതീക്ഷയില്ല, ഇനി തിരിച്ചു മക്കയിലേക്ക് വരുമെന്ന് ഒരു ഉറപ്പില്ല. മദീനയിൽ താമസിക്കാൻ, മക്കയിലേക്ക് ഇനി വരുന്നില്ല. അപ്പോഴാണെങ്കിൽ അവിടുത്തെ ഒരു കാലാവസ്ഥ, ഈത്തപ്പനകളൊക്കെ അങ്ങനെ പൂത്തുല്ലസിച്ച് നിൽക്കുന്ന ഒരു അതിമനോഹരമായ സന്ദർഭമാണ്. ഈത്തപ്പനകൾ പൂത്തുല്ലസിച്ച് നിൽക്കുകയാണ്. ഇപ്പം നമ്മളൊക്കെ കർക്കിടക മാസത്തിൻ്റെ തൊട്ട് മുമ്പ് ഈ തെങ്ങിനൊക്കെ നല്ല തടം തോർത്ത് കൊടുത്തു. തേങ്ങക്ക്, നാളികേരത്തിനൊക്കെ കേരളത്തിൽ ഇപ്പം നല്ല വിലയാണ്. അതുകൊണ്ട് തന്നെ പ്രാണനെ പോലെ, മക്കളെ പോലെ
അതിനെ പരിരക്ഷിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വർത്തമാന മലയാളി. അപ്പോൾ അതിന് ശരിക്ക് അതിൻ്റെ കാർഷിക ശുശ്രൂഷ നടപടികളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്തു. അതിന് വെള്ളം കൊടുത്തു, വളം കൊടുത്തു, പ്രാണവായു ഒരുക്കി കൊടുത്തു, ഹരിതകം കൊടുത്തു, അതിൻ്റെ പരിസരങ്ങളിലുള്ള കള പറിച്ചു. എന്തിനാണ്? തേങ്ങ നല്ല റിസൾട്ട് തരുന്നുണ്ട്. നാളികേരം അത് കൽപ്പവൃക്ഷമാണ്. അപ്പം അതിനേക്കാൾ പ്രാധാന്യത്തോടെ അറബി മറോട് ചേർക്കുന്ന കാർഷിക വിഭവമാണ് ഈത്തപ്പന. ആ ഈത്തപ്പനക്ക് ചുടുകാറ്റ് വരണം. അപ്പോൾ കാലാവസ്ഥ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അറബികൾക്ക് ചുടുകാറ്റ് വരുന്നത് കർഷകരായ അറബികൾക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം എന്താണ്? പൂത്തുല്ലസിക്കുകയാണ്. കൊയ്ത്തുത്സവത്തിൻ്റെ സമയമാണ്. ഈത്തപ്പഴങ്ങൾ പഴുത്ത് പാകമാവുകയാണ്. അതുകൊണ്ട് കറവപ്പശുവിനെ നോക്കും പോലെ ഈ ഈത്തപ്പന കർഷകനായിരിക്കുന്ന അറബി അതിനെ ആറ്റുനോറ്റ് പോറ്റി വളർത്തുകയാണ്. ഇനി 5-6 ദിവസം കഴിഞ്ഞാൽ കൊയ്ത്തുത്സവമാണ്. ആ സമയത്താണ് പ്രവാചക തിരുമേനിയുടെ വിളംബരം, നുഹാജിറു ഇലൽ മദീന. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, നമ്മൾ മദീനയിലേക്ക് പോവുകയാണ്. നോക്കൂ നിങ്ങൾ, ആ പോക്കിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. തിരിച്ചു വരാത്തൊരു പോക്കാണ്. തിരിച്ചു വരുന്നില്ല. ഇനി നാടിവിടെയാണ്, ഗ്രാമം ഇവിടെയാണ്, എല്ലാ ഓർമ്മകളും ഇവിടെ അവശേഷിച്ച് അവരിങ്ങനെ പോവാൻ. അന്ന് മദീനയിൽ എത്തിച്ചേർന്ന് യാത്ര കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മദീനയിൽ എത്തിച്ചേരാൻ, മദീനയിൽ താമസിക്കുന്ന താൽക്കാലിക ടെൻറ്റിൻ്റെ അകത്ത് കിടക്കുന്ന ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു അറിയാതെ ഇങ്ങനെ ഗൃഹാതുരമായിരിക്കുന്ന വേട്ടയാടലിൻ്റെ നൊമ്പരം കൊണ്ട് പാട്ട് പാടുകയാണ്. മക്കയെ ആലോചിച്ചിട്ടുള്ള പാട്ടാണ്. പെറ്റമ്മയും പിറന്ന നാടും അവിടെയാണ്. ആ ഓർമ്മയിൽ ഒഴുകിപ്പരക്കുന്ന മന്ദമാരുതൻ്റെ കൂടെ തഴുകിത്തലോടുന്ന പാട്ടാണ്. അലാലൈത ശേരി ഹൽ അബീതന്ന ലൈലതൻ ബിവാദിൻ വഹൗലി ദ്ഖിറുൻ വജലീലു വഹൽ ആരിദൻ യൗമൻ മിയാഹാമി ജന്നതി വഹൽ യബ്ദു വല്ലി ശാമത്തുൻ വതഫീലു. അല്ലാഹുവേ, ഖുർആനെ ജന്മനാടായ മക്ക വിട്ടു പോരുമ്പോൾ നൊമ്പരങ്ങൾ കൂട്ടിരിക്കാൻ വരികയാണ്. തമ്പുരാനെ, ഉറക്ക് വരുന്നില്ല തമ്പുരാനെ. മക്കയെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ ഞങ്ങളെ അസ്വസ്ഥമാക്കുകയാണ് തമ്പുരാനെ. ഞങ്ങളുടെ ഗ്രാമം അവിടെയാണ്, ഞങ്ങളുടെ ബാല്യം അവിടെയാണ്, ഞങ്ങളുടെ ശൈശവം അവിടെയാണ്, ഞങ്ങളുടെ കൃഷി അവിടെയാണ്, ഞങ്ങളുടെ എല്ലാ ഓർമ്മകളും അവിടെ തങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് വഹൽ ആരിദൻ യൗമൻ മിയാഹാമി ജന്നതി വഹൽ യബ്ദു വല്ലി ശാമത്തും വതഫീലു. ോനെ തമ്പുരാനെ, ഞങ്ങളുടെ കുറ്റിച്ചുമരെവിടെയാണ്, ഞങ്ങളുടെ മരുപ്പറമ്പ് അവിടെയാണ്, ഞങ്ങളെ കൃഷി അവിടെയാണ്, ശ്യാമാ പർവ്വതം അവിടെയാണ്, തൊഫീൽ പർവ്വതം അവിടെയാണ്. അത് തിരിച്ചു കിട്ടുമോ തമ്പുരാനെ? ആ നൊമ്പരങ്ങൾ ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് റബ്ബേ. ഇത് പരിശുദ്ധ പ്രവാചക തിരുമേനി കേൾക്കുകയാണ്. എന്തേ ബിലാലെ അസമയത്ത് അർദ്ധരാത്രിയുടെ വിജനതയിൽ, ശൂന്യതയിൽ, നിശബ്ദതയിൽ, ആ വിജനതയെ, ശൂന്യതയെ, നിശബ്ദതയെ കീറി മുറിച്ചിട്ട് തഴുകിത്തലോടുന്ന ഒരു കവിത വിരുന്ന് വരാൻ കാരണം എന്താണ്? ബിലാൽ ഇബ്നു റബാഹ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പരിശുദ്ധ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, പ്രവാസം പോലെ നാടിൻ്റെ ഓർമ്മകൾ വേട്ടയാടുകയാണ് നബിയേ. ഞങ്ങൾ ജനിച്ചു വളർന്ന മക്ക ഞങ്ങളെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നബിയേ. അതുകൊണ്ട് മക്കയുടെ ഓർമ്മകൾ ഞങ്ങളെ വേട്ടയാടുകയാണ്. അവിടെ നബി തങ്ങൾ ദുആ ചെയ്യാൻ, ബിലാലേ, അങ്ങയുടെയും സഹപ്രവർത്തകരുടെയും നൊമ്പരം, ക്ലേശം, ദുഃഖം, സങ്കടം അത് എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ നമുക്കൊന്നിച്ചൊരു ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന. പടച്ചോനെ തമ്പുരാനെ, ഞങ്ങൾ ഈ വന്നു ചേർന്ന മദീനയോട് ഞങ്ങൾക്ക് പിരിശം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കമാ ഹബ്ബബ്ത ഇലൈനൽ മക്കത ഔ അശദ്. അല്ലാഹുവേ, ബിലാലിൻ്റെ കവിതയിൽ തേട്ടി വരുന്നത് ഗ്രാമമായ ജന്മനാടായ മക്കയോടുള്ള പ്രണയമാണ്. ആ മക്കയോട് ഞങ്ങൾക്ക് എത്രമേൽ പ്രണയം പൂത്തോ അതിനേക്കാൾ വലിയ പിരിശം, അതിനേക്കാൾ വലിയ അനുരാഗം, അതിനേക്കാൾ വലിയ പ്രണയം ഞങ്ങൾ വന്നു ചേർന്ന നാടാകുന്ന മദീനയോട് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. സഹാബത്ത് മുഴുവൻ ഭക്ത്യാദര പുരസരം ആമീൻ പറയാൻ ആ ഒരു പ്രാർത്ഥനയ്ക്ക് മദീന സാക്ഷ്യം വഹിച്ചതിൻ്റെ ശേഷം
സ്വഹാബികളുടെ ഗൃഹാതുരത അത് മുറിച്ചു മാറ്റപ്പെടുകയാണ്. സ്വഹാബത്തിൻ്റെ നൊസ്റ്റാൾജിയ അത് അവരുടെ മനസ്സിൽ നിന്ന് ദൂരീകരിക്കപ്പെടുകയാണ്. സ്വഹാബത്തിൻ്റെ ഹോം സിക്നെസ് അത് അവരുടെ മനസ്സിൽ നിന്ന് ശമിക്കുകയാണ്. പിന്നെ അവർക്ക് മദീനയോട് എന്തോ ഒരു അനുരാഗം, മദീനയോട് എന്തോ ഒരു പ്രമത്തത, മദീനയോട് എന്തോ ഒരു അടങ്ങാത്ത ആഭിമുഖ്യം. മദീന അവരെങ്ങനെ മാടി വിളിക്കുകയാണ്. അവർ മദീനയോട് ഏതോ അർത്ഥത്തിൽ അറിയാതെ ഇഴുകിച്ചേർന്ന് പോവുകയാണ്. അങ്ങനെ ചരിത്രം പല നാഗരികതകൾക്കും ഓർമ്മകൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചിരിക്കുന്ന മനോഹരമായ രംഗവേദിയായി മദീന മാറുകയാണ്. പിന്നെ